ഹായ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ എക്സാം റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞൊരു വീഡിയോയിൽ എക്സാം കൺഫർമേഷന്റെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അങ്ങനെ ജസ്റ്റ് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് അങ്ങനെയുള്ള ഒന്നല്ല. കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം വേറൊന്നുമല്ല, ജൂൺ മാസം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ആൾക്കും ഓരോ മാസങ്ങളും കടന്നു പോകുമ്പോൾ ഭയങ്കര ആശങ്കയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും ഇങ്ങനെയുള്ള ആശങ്കയും ടെൻഷനും ഒക്കെ കടന്നു പോകുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ LDC എക്സാം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പൊ നിങ്ങൾ പലരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന കുറച്ച് ചിന്തകൾ ഞാൻ പറയാം. നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നാൾ എന്തൊക്കെയോ പഠിച്ചു, പക്ഷെ പഠിച്ച് മടുത്തു, എല്ലാം ഒരു അവിയൽ പരുവായിട്ടുണ്ട്, എന്താ ഇനി പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതൊക്കെ ശരിയാണോ, അതല്ലാതെ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പക്ഷെ എക്സാമിന് ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ? കാരണം പഠിച്ച കാര്യം തന്നെ വേറെ ഒരു പേജിലോ അല്ലെങ്കിൽ വേറൊരു യൂട്യൂബ് ചാനലിലോ ക്ലാസ്സിലോ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്കത് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുമ്പോൾ മോഡൽ എക്സാംസ് എഴുതി നോക്കുമ്പോൾ എനിക്കത് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു റിയൽ എക്സാമിന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ഇതുകൂടാതെ എല്ലാ കുട്ടികളും നന്നായിട്ട് ക്ലാസ്സിനൊക്കെ പോയി പഠിക്കുന്നുണ്ടല്ലോ. ഒരു വീട്ടമ്മയായ ഞാൻ ഒരു കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ട് ഇനി എനിക്ക് എക്സാം നേടാൻ പറ്റുമോ? ഇത്രയൊക്കെ പഠിച്ചാൽ മതിയോ? അപ്പൊ ഫുൾ ടൈം ബുക്ക് എടുത്ത് വെച്ചിരുന്ന് ക്ലാസ്സിനൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളുമായിട്ടാണല്ലോ ഞാൻ മത്സരിക്കാൻ പോകുന്നത്. എനിക്കത് കിട്ടുമോ? ആ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ഉള്ളവര് കുറച്ച് പേര്. അതല്ലാതെ ഞാൻ ഈ ജോലിക്കൊക്കെ പോയിട്ട് ബാക്കി സമയം കിട്ടി പഠിച്ച് അങ്ങനെയൊക്കെ എനിക്ക് നേടാൻ പറ്റുമോ? ഒരുപാട് പേര് വർഷങ്ങളായിട്ട് PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും എക്സ്പേർട്ട് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കിടയിലേക്ക് ഒരു ബിഗിനറായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ആ ഒരു എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു ജോലി എനിക്ക് കിട്ടുമോ എന്നുള്ള ആശങ്കയുള്ളവർ. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് ചിന്താഗതി ഉള്ളവരായാലും ഒറ്റ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഒരു ജോലിയാണ്, ഒരേ ഒരു ജോലിയാണ്. ഈ ഒരു PSC എക്സാം നടത്തുന്നത് വഴി ഒരാൾക്കല്ല ജോലി കിട്ടാൻ പോകുന്നത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടാതെ പോവില്ല. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതേപോലെ നിങ്ങൾ പഠിച്ച കാര്യം ഈ ഒരു എക്സാമിന് മാത്രമല്ല ഉപകരിക്കാൻ പോകുന്നത്. ഈ ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ തീർന്നു എന്റെ ജീവിതം എന്ന് ആലോചിക്കേണ്ട കാര്യമല്ല വരുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരാൾക്കൊന്നും അല്ലല്ലോ ജോലി കിട്ടാൻ പോകുന്നത്, ഒരുപാട് പേർക്ക് ജോലി കിട്ടും. അപ്പൊ നിങ്ങളെക്കാൾ എത്ര കൂടുതൽ ആൾക്കാർ പഠിച്ചോട്ടെ, പക്ഷെ അവർക്ക് എക്സാം ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ എക്സാം ഹാളിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ചിലപ്പോ നന്നായി പഠിച്ചവരെക്കാൾ കൂടുതൽ ആ ക്വസ്റ്റ്യൻസുമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും. ആ ഒരു സമയത്തെ നമ്മുടെ മെന്റാലിറ്റിയും സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. പിന്നെ വേക്കൻസീസിന്റെ കാര്യത്തിൽ പലർക്കും സംശയം ഉണ്ടാവും. ഈ ഒരു മെയ് മാസം റിട്ടയർമെന്റ് നടന്നിട്ടുള്ളത് അത്രക്കും കൂടുതലാണ്. നിങ്ങൾ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ ഫോണിൽ തന്നെ സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് റിട്ടയർമെന്റ് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, ഇത്രയും പേര് ഓരോ വർഷവും റിട്ടയർ ആവുന്നുണ്ട്. ഇപ്പൊ ജോലിക്ക് കയറുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഇരട്ടിയൊക്കെ ചിലപ്പോൾ റിട്ടയർമെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വേക്കൻസീസ് മൊത്തം നിങ്ങൾക്ക് എക്സാം എഴുതി വരുന്നവർക്ക് ഉള്ളതാണ്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല, പിൻവാതിൽ നിയമനം, PSC ഒന്നും എഴുതിയിട്ട് കാര്യമില്ല, അതൊക്കെ ആ ഒരു എന്താണ് പിൻവാതിൽ നിയമനങ്ങളൊക്കെയാണ് നടക്കുന്നത്, സർക്കാരിന്റെ അനുകൂല പാർട്ടിക്കാർക്കൊക്കെയാണ് ജോലി കിട്ടുക, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് എന്റെ കമന്റ് സെക്ഷനിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, ആ ഒരു എലക്ഷൻ ടൈം, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസിലെ സ്ട്രാറ്റജി ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗെയിം, നിങ്ങളിപ്പോ ബിഗ് ബോസ് ഒക്കെ കാണുന്നവരുണ്ടാവില്ലേ, അതിൽ ഗെയിം സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനു മുന്നേ നമുക്ക് അതിനെപ്പറ്റി ഒന്നും വലിയ അവയർനെസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ശരിക്കും കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സ്ട്രാറ്റജീസ് ആണ്. അതിപ്പോ പാർട്ടിക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മത്സരാർത്ഥികളായിക്കോട്ടെ, അതൊക്കെ അങ്ങനെ അങ്ങ് ആ വഴിക്ക് അങ്ങ് പോകും. നിങ്ങൾ അതിലൊന്നും പെടാതിരിക്കുക. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക. കാരണം ഇതൊക്കെ ഓരോ സിസ്റ്റം ആണ്. ഇപ്പൊ എന്താ പറയാ, ഒരു പരീക്ഷ വെച്ചിട്ട് എക്സാമിന് നിയമനം കൊടുക്കുക, അതൊക്കെ ഓരോ സിസ്റ്റം ആണ്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അപ്പൊ ആ സമയത്ത് കുറ്റം മാത്രം കണ്ടെത്താനായിട്ട് കുറച്ചു പേര് ഇറങ്ങും. അത് കണ്ടിട്ട് PSC എഴുതിയിട്ട് കാര്യമില്ല, എനിക്ക് ജോലി ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നടക്കുന്നവര് മണ്ടന്മാര് തന്നെയാണ്. അപ്പൊ ജോലി കിട്ടുമോ, എനിക്ക് പഠിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ അവര് നിയമനം തരുമോ എന്നൊക്കെ സംശയിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു PSC എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ജോലി വേണോ, അതോ നിങ്ങൾ പലരുടെയും കുറ്റങ്ങളും സംശയങ്ങളും കേട്ടിരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ, നിങ്ങൾക്കൊരു ജോലി വേണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക.
പിന്നെ എക്സാമിന് പഠിക്കുന്ന എല്ലാവരുടെ കാര്യത്തിലും ഉണ്ടാകുന്ന ഒരു കോമൺ കാര്യം, നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾക്ക് മതി എന്ന് തോന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ഓർമ്മയിൽ ഉണ്ടായാലും നിങ്ങൾക്ക് മറന്നു പോകുന്നുള്ള ഒരു പേടി ഉണ്ടാവും. അതൊക്കെ നോർമൽ ആണ് എന്നുള്ള കാര്യം സ്വന്തം മനസ്സിലാക്കുക. അതും ആലോചിച്ച് സമയം കളഞ്ഞാൽ, ടെൻഷൻ അടിച്ചാൽ ബാക്കി സമയം നമുക്ക് വേസ്റ്റ് ആവുകയേ ചെയ്തു. ഞാൻ പഠിച്ചു, മൊത്തം പഠിച്ചു ഒരിക്കലും ആർക്കും തോന്നില്ല. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും, തീർച്ചയായിട്ടും മറന്നു പോകും. നന്നായിട്ട് റിവൈസ് ചെയ്യാം. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, സാരമില്ല. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ് PSC ചോദിക്കുന്നതെങ്കിലോ, ഇത്രത്തോളം നമ്മൾ പഠിച്ചു വന്ന ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് എന്നൊക്കെ പറയില്ലേ, അതിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവണം. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടായിരിക്കണം. നമ്മുടെ പഠനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാൻ. അതിപ്പോ ഒരു ടൈം ടേബിൾ ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഠനം ആ ഒരു റൈറ്റ് വേയിൽ കൂടിയാണ് തന്നെയാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങളിപ്പോ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് നോക്കുന്നു, അതിലെ കാര്യങ്ങൾ പഠിക്കുന്നു, SCRT ചാപ്റ്റേഴ്സ് പഠിക്കുന്നു, ക്ലാസ്സിന് പോകുന്നവരാണെങ്കിൽ അവരുടെ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നു. ഇപ്പൊ ടെസ്റ്റ് സീരീസ് പോലുള്ള എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുന്നവർ അതും കൂടി നോക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നതിനിടയ്ക്ക് ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു പോകുന്നുണ്ട്, അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട് എന്നൊരു ബോധം. റെഗുലർ ആയിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽസിൽ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വീഡിയോസ് വരില്ല, അതൊക്കെ കാണാം. റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിന്റെ തീർച്ചയായിട്ടും നോക്കാം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നൊരു ശനിയാഴ്ചയാണ്, ഇന്ന് ഏതെങ്കിലും എക്സാം നടന്നിട്ടുണ്ടോ അത് തപ്പിപ്പിടിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. അത് നന്നായിട്ട് നോക്കുക. അതിൽ ഇംഗ്ലീഷും മാത്സും മലയാളം ഒക്കെ നന്നായിട്ട് നോക്കുക. ഇംഗ്ലീഷും മാത്സും മലയാളം ഒക്കെ പലർക്കും ടഫ് ആണെന്ന് അറിയാം. അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും റാങ്ക് ഫയലിലെ കുറച്ച് റിലേറ്റബിൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാനും പഠിച്ചത്. എക്സ്പേർട്ട് ഒന്നും ആയിരുന്നില്ല ഇംഗ്ലീഷിലൊന്നും. അതിലൊന്നും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഗ്രാമർ അറിയില്ല എന്നുള്ളതൊന്നും PSCക്ക് പ്രശ്നമല്ല. PSCയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ, ആ ഒരു ചോദ്യ രീതിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടും. പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ മൻസൂർ അലി സാറിന്റെ PSC ത്രില്ലർ ചാനലൊക്കെ റെഗുലർ ആയിട്ട് നോക്കാറുണ്ട്. അതിലെല്ലാ കാര്യങ്ങളൊന്നും പഠിക്കണം എന്നല്ല, അതിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ ബിഗിനർ ആണ്, ജോലിക്ക് പോകുന്നവരാണ്, കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, വീട്ടമ്മയാണ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, സിലബസ് വെച്ചിട്ട് വ്യക്തമായിട്ട് ഒരു പഠന രീതി ഉണ്ടെങ്കിൽ നല്ല ആത്മവിശ്വാസം നിങ്ങൾക്ക് എന്തായാലും വെക്കാം. നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം വെക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ആമയും മുയലിന്റെയും കഥ മാത്രം ആലോചിക്കുക. അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മുയലാണോ ജയിച്ചത്, അതോ തനിക്ക് പറ്റുമോ എന്ന് ഒരു 1% പോലും ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ആമയാണോ ജയിച്ചത്? അവിടെയൊക്കെ കഴിവല്ല വന്നത്, നമ്മുടെ ആ ഒരു മനോധൈര്യവും നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസും തന്നെയല്ലേ അവിടെ മുന്നിട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ആത്മവിശ്വാസവും മനോധൈര്യം ഉണ്ടെങ്കിൽ തന്നെ പകുതിയായി. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, സെൽഫ് കോൺഫിഡൻസും എയിമും തന്നെയാണ് നമുക്ക് PSC എക്സാമിന് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്. അപ്പൊ ഇന്നു മുതൽ മറ്റൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ പഠിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവാൻ പോകുന്നത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം, എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം നോക്കുക. അതല്ലാതെ നിങ്ങളിൽ ഒരു സംശയം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും നാളും പഠിച്ചതോ ഇനി പഠിക്കാനിരിക്കുന്നതോ ഉള്ള കാര്യങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ പഠിക്കുന്നത് പകുതിക്ക് വെച്ച് നിർത്തി പോകാന്നുള്ള ഒരു ചിന്ത ആർക്കും വേണ്ട. കിട്ടുന്നത് വരെ നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഒരു ദിവസം ഇതിന് ഫലം ഉണ്ടാവും. അത്രയോ ആൾക്കാർക്ക് ജോലി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമുക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നത്. ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നോളജുകൾ തമ്മിൽ മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സുകളും തമ്മിലാണ് ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പല ഗെയിംസിലും കാണുന്നില്ലേ, ഓരോ മത്സരവും ടഫ് ആക്കാൻ വേണ്ടിയിട്ട് അതില് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു എക്സാമിന്റെ കാര്യം വരുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് വെറുതെ പഠിച്ച ഒരാൾ എക്സാം എഴുതുന്ന രീതിയാണെങ്കിൽ അതൊരു മത്സരം എന്ന രീതിയിലൊന്നും വരില്ല. ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുന്ന അതൊന്നും അല്ല. നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു വിശ്വാസം, നിങ്ങളുടെ എക്സാം എഴുതുന്ന നിങ്ങളുടെ സമയത്തെ ആ ഒരു മനോനിലയൊക്കെ കറക്റ്റ് ആയിട്ട് എക്സാമിനെ നന്നായിട്ട് ബാധിക്കും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. കാരണം നീ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് PSC കിട്ടോ, വർഷങ്ങളായിട്ട് പഠിക്കുന്നവരൊക്കെ ഇല്ലേ, വർഷങ്ങളായിട്ട് PSC പഠിക്കുന്നവരുണ്ട്, അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ, എന്തിനാ ഈ PSCക്കൊക്കെ പോകുന്നത്, അങ്ങനെയൊന്നും ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, പലർക്കും പിൻവാതിൽ നിയമനങ്ങളൊക്കെയാണ്, അങ്ങനെയൊന്നും കിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ. നിങ്ങൾ അതിലൊക്കെ വീണ് പോയാൽ നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീഷനിൽ കുറച്ചും കൂടി ബാക്കോട്ടായി എന്നർത്ഥം. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഒറ്റ ഒരു കാര്യം അറിയാലോ,
എക്സ്പേർട്ട് ആയിട്ട് ജനിച്ചു വീഴുന്ന ആരും ഇല്ലല്ലോ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പഠിച്ചു മുന്നോട്ട് വരുന്നത്. ഒരു ബിഗിനർ ആയിട്ട് തന്നെയാണ് ഒരാൾ എക്സ്പേർട്ട് ആവുക. അല്ലാതെ എക്സ്പേർട്ട് ആയിട്ട് ആരും ജനിച്ചു വീഴുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പിച്ച വെച്ചിട്ട് തന്നെയല്ലേ എണീറ്റ് നടക്കുന്നത്. അതേപോലെ തന്നെയാണ് PSC എക്സാമിന്റെ കാര്യം. നിങ്ങൾ ഇന്ന് കാലെടുത്ത് വെച്ചാലേ നാളെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടൂ. വളരെ ശ്രദ്ധിക്കുക. സെൽഫ് കോൺഫിഡൻസ്, മനോധൈര്യം, മടി മാറ്റിയിട്ട് പഠിക്കുക. DC എക്സാം ക്രാക്ക് ചെയ്യണ്ടേ, അടുത്ത ലിസ്റ്റിൽ വരണ്ടേ, പെട്ടെന്ന് തന്നെ അഡ്വൈസ് വാങ്ങി ജോലിയിൽ കയറി സാലറി വാങ്ങണ്ടേ. എന്നാ വിട്ടോ, എല്ലാവരും ഓടിപ്പോയിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും പേടിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ വീഡിയോന്റെ താഴെ വരുന്ന നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കാം, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.